സമ്പത്ത് റായിയുടെ ആ 9 പേജുള്ള കത്ത് ഏതൊരു യോദ്ധാവിനെയും തകർക്കാൻ പോകുന്ന ബ്രഹ്മസ്ത്രം പോലെ 12 വർഷത്തെ മോദി ഭരണത്തിന്റെ ആണിക്കല്ല് പറിക്കാൻ പാകത്തിനുള്ള ആ കത്തിലെ വരികൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുകയാണ്. അഴിമതിയില്ലാത്ത കൈകൾ എന്ന് മോദി നിരന്തരം പറയുന്ന അതേ കൈകൾ അഴിമതിയുടെയും കൊള്ളയുടെയും താഴ്വാരത്തിൽ കൈയിട്ട് വാരി എന്ന വെളിപ്പെടുത്തൽ അത് ചില്ലറ ഭൂകമ്പമല്ല BJPയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു വന്ന പുതിയ വെളിപ്പെടുത്തലുകൾ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് എഴുതിയ 9 പേജുള്ള കത്താണ് ഇപ്പോൾ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നൃപേന്ദ്ര മിശ്രയാണെന്ന് ചമ്പത് റായ് തുറന്നടിച്ചു. താൻ ചെയ്തതെല്ലാം കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ മാത്രമാണെന്നും ഒരു പ്രവൃത്തി പോലും സ്വതന്ത്രമായി ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. നോയിഡയിലെ ഒരു കമ്പനിക്ക് കെട്ടിടങ്ങളുടെ നിർമ്മാണവും രൂപകൽപ്പനയും നൽകാൻ നിർദ്ദേശിച്ചത് നൃപേന്ദ്ര മിശ്രയാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരം ആളുകളെ നിയമിച്ച മിശ്ര ട്രസ്റ്റിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിവെച്ചെന്നുമാണ് ആരോപണം. എന്നാൽ ഈ കത്തിലെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് നൃപേന്ദ്ര മിശ്രയും രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും ചമ്പത് റായ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നുവെന്നും മിശ്ര ആരോപിക്കുന്നു. സംഭാവന തട്ടിപ്പ് ആരോപണങ്ങളിൽ ചമ്പത് റായ്ക്ക് SIT ക്ലീൻ ചിറ്റ് നൽകിയതിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ഈ ആഭ്യന്തര ഭിന്നത വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിവാദത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ചമ്പത് റായിയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം വിമർശനാത്മകമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അതായത് RSSന്റെ തീവ്ര പ്രചാരകനായി പ്രവർത്തനം ആരംഭിച്ച ചമ്പത് റായ് പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുതിർന്ന നേതാവായി വളർന്നു. അയോധ്യ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളിയായിരുന്ന അദ്ദേഹം ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥകേന്ദ്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട അദ്ദേഹം കേന്ദ്ര നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല വഹിച്ചു. രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ സംഭാവനകളിൽ നിന്ന് ഏതാണ്ട് 7 മുതൽ 7.5 കോടി രൂപയോളം ചോർന്നതായാണ് പ്രധാന ആരോപണം. ക്ഷേത്രത്തിലെ പണം എണ്ണുന്ന കേന്ദ്രത്തിൽ CCTV ദൃശ്യങ്ങൾ പോലും കൃത്യമായി സൂക്ഷിക്കാതെ വലിയ സുരക്ഷാ വീഴ്ച വരുത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജീവനക്കാർ പണം ശുചിമുറികളിൽ ഒളിപ്പിച്ചു വെച്ച് കടത്തുന്നതുൾപ്പെടെയുള്ള ദയനീയമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ചമ്പത് റായുടെ സ്വന്തം ഡ്രൈവർ പോലും ഈ തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിലുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർക്കുന്നതായിരുന്നു. ക്ഷേത്രത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുകയും കൃത്യമായ പരിശോധനകൾ ഇല്ലാതെ പണം കൊള്ളയടിക്കപ്പെടുകയും ചെയ്തപ്പോൾ ട്രസ്റ്റിന്റെ തലവൻ എന്ന നിലയിൽ ചമ്പത് റായ്ക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷവും പൊതുജനങ്ങളും വിമർശിച്ചത്. 2026 ജൂൺ ആദ്യവാരത്തിൽ അയോധ്യയിലെ സംഭാവന പെട്ടിയിൽ നിന്ന് വൻതോതിൽ പണം തിരിമറി നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് കേസിന് തുടക്കമാകുന്നത്. വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ഭാരതീയ ന്യായ സംഹിതയിലെയും അഴിമതി നിരോധന നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പണം എണ്ണുന്ന മുറിയിൽ വെച്ച് പതിവായി പണം കടത്തൽ, CCTV ദൃശ്യങ്ങളിൽ തിരിമറികൾ നടത്തൽ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കൽ തുടങ്ങിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അവിനാഷ് ശുക്ല, തെന്നു യാദവ്, അനുകൽപ് മിശ്ര തുടങ്ങി നിരവധി ആളുകളെ കേസിൽ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാസങ്ങളോളം നീണ്ടുനിന്ന തട്ടിപ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിദേശ നാണയങ്ങളും പണവും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഭൂമി ഇടപാടുകളിൽ മിനിറ്റുകൾക്കുള്ളിൽ 2 കോടിയുടെ ഭൂമി 18 കോടിക്ക് ട്രസ്റ്റിന് മറിച്ചു വിറ്റ വൻ ഭൂമി തട്ടിപ്പുകളുടെ തുടർച്ചയായിരുന്നു ഈ സംഭാവന കൊള്ളയും. ഇതിനെ തുടർന്ന് ചമ്പത് റായും ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും പദവികൾ രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ ചമ്പത് റായ്ക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചെങ്കിലും പുതിയ കത്തിലൂടെ ആരോപണങ്ങളുടെ ദിശ നൃപേന്ദ്ര മിശ്രയിലേക്കും അതിലൂടെ കേന്ദ്ര സർക്കാരിലേക്കും തിരിയുകയാണ്. ഇനി ആരാണ് നൃപേന്ദ്ര മിശ്ര എന്ന് ചോദിച്ചാൽ
നൃപേന്ദ്ര മിശ്ര ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃത്തത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ്. 1967 ബാച്ച് ഉത്തർപ്രദേശ് കേഡർ IAS ഓഫീസറായ അദ്ദേഹം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അടക്കം നിരവധി ഉയർന്ന പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് മിശ്രയായിരുന്നു. ഇതിനായി നിയമത്തിൽ പോലും ഭേദഗതി വരുത്തിയാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ നിയമിച്ചത്. മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകനായി മാറിയ മിശ്ര 2019 പദവിയിൽ നിന്ന് ഒഴിവായി. എന്നാൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യപ്രകാരം അദ്ദേഹത്തെ രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ ചെയർമാനായി ചുമതലപ്പെടുത്തി. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എന്ന സുപ്രധാന പദവിയാണ് അദ്ദേഹം വഹിക്കുന്നത്. അയോധ്യ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന, നിർമ്മാണ ഏജൻസികളുടെ തിരഞ്ഞെടുപ്പ്, സാങ്കേതിക മേൽനോട്ടം എന്നിവയുടെ പൂർണ്ണ ചുമതല നിർവഹിക്കുന്നത് നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. ഇതൊരു കേവല സാമ്പത്തിക തർക്കം മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രവും രാഷ്ട്രീയവും ഇഴചേർന്ന അയോധ്യ തർക്കത്തിന്റെ തുടർച്ച കൂടിയാണ്. 1528 നിർമ്മിക്കപ്പെട്ട ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന ഭൂമിയെ ചൊല്ലി പതിറ്റാണ്ടുകളോളം നീണ്ട നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് ഇന്ത്യ കണ്ടത്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവായിരുന്നു. വർഷങ്ങൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ 2019 നവംബറിൽ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയിലൂടെ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകുകയും ക്ഷേത്ര നിർമ്മാണത്തിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് 2024 ജനുവരി 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടെ ക്ഷേത്ര നിർമ്മാണം രാജ്യശ്രദ്ധ നേടി. മോദിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ചുമതലയുള്ള ആൾ വഴി തന്നെ കൊള്ള നടക്കുന്നുവെന്നുള്ള ആരോപണം കൊണ്ടുതന്നെ നൃപേന്ദ്ര മിശ്രയ്ക്കെതിരെ ചമ്പത് റായ് ഉന്നയിക്കുന്ന സാമ്പത്തിക നഷ്ടവും അഴിമതി ആരോപണങ്ങളും നൃപേന്ദ്ര മിശ്രയുടെ മാത്രം പരാജയമല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് എന്ന് നിരന്തരം പ്രസംഗിക്കുന്ന മോദി സർക്കാരിന്റെ മുഖം മൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. രാജ്യത്തെ മുഴുവൻ BJP അഴിമതി കഥകളുടെയും തുടക്കമായി ഈ അയോധ്യ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. രാമനാമം പറഞ്ഞ് ജനങ്ങളെ വികാരഭരിതരാക്കി വോട്ട് പെട്ടിയിലാക്കുകയും അതേ രാമന്റെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് സ്വന്തക്കാർക്ക് വീതിച്ചു നൽകുകയും ചെയ്തതിനേക്കാൾ വലിയൊരു വഞ്ചന വേറെയില്ല. ചമ്പത് റായിയുടെ വിരൽ ചൂണ്ടുന്നത് നൃപേന്ദ്ര മിശ്രയിലേക്ക് മാത്രമല്ല, മിശ്രയെ അവിടെ പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കാണ്. അയോധ്യയിൽ നടന്നത് ഏതാനും വ്യക്തികളുടെ ക്രമക്കേടല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ തണലിൽ നടന്ന സംഘടിത കൊള്ളയാണെന്ന് വ്യക്തമാകുന്നു. പവിത്രമായ ഒരു നിർമ്മിതിയെ പോലും സ്വകാര്യ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിച്ച ഈ അധികാര അന്ധതയ്ക്ക് ചരിത്രവും രാജ്യത്തെ ജനങ്ങളും മാപ്പ് നൽകില്ല. അയോധ്യയിൽ ഉയരുന്നത് ക്ഷേത്ര ഗോപുരങ്ങൾ മാത്രമല്ല, BJPയുടെ തകർച്ചയുടെ തുടക്കം കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് സുപ്രീം കോടതിയിലാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3 അംഗ സുപ്രീം കോടതി ബെഞ്ചാണ് ഈ കേസ് നേരിട്ട് നിരീക്ഷിക്കുന്നത്. മുൻപ് പ്രാദേശിക പോലീസ് അന്വേഷിച്ചിരുന്ന ഈ കേസ് സുപ്രീം കോടതി ഇടപെട്ട് ഒരു മുതിർന്ന IPS ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. സുതാര്യത ഉറപ്പാക്കാൻ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച 2ാമത്തെ പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ഇപ്പോഴും വിപുലമായ അന്വേഷണം നടത്തി വരുന്നതിനിടയിലെ ചമ്പത് റായിയുടെ വെളിപ്പെടുത്തൽ അത് സുപ്രീം കോടതിയിൽ എത്തുന്നതോടെ കളി മാറും. മോദിയെ ഇരുട്ടടി അടിച്ച് മൂലയ്ക്കിരുത്താൻ റെഡിയാവുകയാണ് സുപ്രീം കോടതി.